മുസ്ലിയാർ രചിച്ച കെയിലെ പ്രമുഖ പണ്ഡിതൻ ലോകപ്രശസ്ത ദാഴിയും ആയ ഷെയ്ഖ് ഫൈസൽ ബിൻ മുഹമ്മദ് അൽ കാഫ് അവർകൾ നമ്മോട് സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണം SYSന്റെ ആഗോള ഘടകമായ മിഡിൽ ഈസ്റ്റ് ICF ജനറൽ സെക്രട്ടറി അബ്ദുൽ അസീസ് സഖാഫി മമ്പാട് പരിഭാഷപ്പെടുത്തുകയും ചെയ്യും. الآن نستمع إلى نصائح فضيلة العلامة الشيخ فيصل بن محمد الكاف حفظه الله تعالى من مكة المكرمة، فليتفضل مشكورا. الحمد لله رب العالمين، وأصلي وأسلم على المبعوث رحمة للعالمين حبيبنا وسيدنا وقرة أعيننا نبينا المصطفى الأمين وعلى آله وصحبه أجمعين. أحبتي، أحمل لكم عدة بشائر. البشرة الأولى أن في مثل هذا الجمع ينطبق قول النبي المصطفى صلى الله عليه وعلى آله وصحبه وسلم، ونحن ما أتينا في هذا الموطن إلا لنكرم بالبشائر وبالمفاضل وبتمام النعمة وكمال المنة من المولى الحق سبحانه وتعالى. فأول بشارة قول النبي المصطفى في أمثال هذا الجمع: إن لله أناس ليسوا بأنبياء ولا شهداء يجلسون يوم القيامة على منابر من نور. وكان أعرابي مع النبي المصطفى حاضر فجثى على ركبتيه وقال: يا رسول الله جلهم لنا، صفهم لنا، من هؤلاء الذين يغبطهم الأنبياء والشهداء وليسوا بأنبياء ولا شهداء؟ فقال النبي المصطفى: إخوان من أماكن شتى، من قبائل شتى، من كيرلا، من دلهي، من السعودية، من الإمارات، من أماكن مختلفة يجتمعون على ذكر الله. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله. ഏറ്റവും ആദരണീയരായ പണ്ഡിതരെ, നേതാക്കളെ, സദസ്യരെ, ഇത്തരമൊരു മഹാസംഗമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ധാരാളം സന്തോഷങ്ങൾ ഒരേ സമയം നമ്മുടെ മുമ്പിൽ ഒത്തുചേരുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഇത്തരം ധാരാളം ആളുകൾ സംഗമിക്കുന്നിടത്ത് വളരെ വലിയ മഹത്വമുള്ള ഒരു വിഭാഗമുണ്ട്. അവർ പക്ഷേ അമ്പിയാക്കളല്ല, അവർ ശുഹദാക്കളല്ല, പക്ഷേ അവരെ പോലെ തന്നെ മഹത്വമുള്ള ഒരു വിഭാഗം ഇത്തരം ആളുകൾ സംഗമിക്കുന്ന സ്ഥലത്ത് ഉണ്ട്. ഈ സന്തോഷ വാർത്ത കേട്ട സമയത്ത് സദസ്യരിലൊരാൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുകയാണ്: അങ്ങ് വിവരിച്ച ആ വിഭാഗം ഏതാണ്? അവരുടെ വിശേഷണങ്ങൾ എന്താണ്? അവരുടെ അടയാളങ്ങൾ എന്താണ്? അങ്ങൊന്ന് പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്ന്, വിവിധങ്ങളായ ഗോത്രങ്ങളിൽ നിന്ന്, വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടുന്ന, അള്ളാഹുവിനെ ലക്ഷ്യം വെച്ച് ഒരുമിച്ച് കൂടുന്ന, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലക്ഷ്യം വെച്ച് ഒരുമിച്ച് കൂടുന്ന ഒരു വിഭാഗമാണതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ അറിയിക്കുകയുണ്ടായി. ആ സന്തോഷ വാർത്തയിൽ പരാമർശിച്ച ആ സമൂഹം ഉൾപ്പെടുന്ന വലിയ ഒരു മഹാസംഗമമാണിതെന്നത് ഈ സംഗമത്തിലെ ഒരുപാട് സന്തോഷങ്ങളിൽ, ബുശ്റകളിൽ ഒന്നാമത്തതായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ എടുത്തു പറയുന്നു.
وأقول في البشرة الثانية لكل من يتوجع في هذه الأيام على ما يراه من حال الإسلام: كن مطمئنا بربك فربك يقول في القرآن الكريم: وأشرقت الأرض بنور ربها فمن ذا الذي يستطيع أن يمنع ذلك النور. രണ്ടാമത്തെ സന്തോഷം, ഇത്തരം സദസ്സുകളിൽ ഏറ്റവും വലിയ ഒരു പ്രകാശം, അത് അല്ലാഹുവിന്റെ ഒരു പ്രകാശത്തിന്റെ അടയാളങ്ങൾ ഈ പ്രപഞ്ചത്തിൽ മൊത്തം പ്രകാശിക്കുന്നതും പ്രകാശിപ്പിക്കുന്നതും അത് അല്ലാഹുവിന്റെ പ്രകാശമാണ്. ഇത്തരം സദസ്സുകളിലൂടെ പ്രകടമാകുന്നതും ഒരാൾക്കും ഒരു നിലക്കും തടഞ്ഞു വെക്കാനാവാത്ത ആ പ്രകാശം തന്നെയാണ് എന്നുള്ളത് ഈ മഹാസംഗമത്തിന്റെ രണ്ടാമത്തെ സന്തോഷമായി, ബുശ്റയായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. وخصوصا إذا علمنا أن المتكفل بهذا الأمر الله فلم ينسبه لا لأولياء ولا لصلحاء ولا حتى لأنبياء، فالنسبة كاملة له، ويأبى الله إلا أن يتم نوره ولو كره المشركون. ഈ മഹാസംഗമത്തിന്റെ എല്ലാവിധ അധികാരങ്ങളും ഇതിന്റെ എല്ലാവിധ നിയന്ത്രണങ്ങളും അത് ഏറ്റെടുത്തിരിക്കുന്നത് സാക്ഷാൽ ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അമ്പിയാക്കളല്ല, സ്വാലിഹീങ്ങളല്ല, എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടാവായ അല്ലാഹു തന്നെയാകുന്നു ഈ മഹാസംഗമത്തിന്റെ രക്ഷാകർതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് എന്നതും ഈ സമയത്ത് പ്രത്യേകം എടുത്തു പറയേണ്ട വിഷയമാണ്. وفي هذا أقسم النبي وقال: والله ليتمن هذا الأمر عندما جاءه بعض الصحابة وشكوا له حالهم من ضعف وما يجري لهم من الأعداء، فقال لهم: أما إنكم تستعجلون، والله لا يسيرن الراكب من صنعاء إلى حضرموت لا يخشى إلا الله والذئب على غنمه. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളുടെ പേരിൽ അസഹ്യമായ പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചപ്പോൾ എന്താണ് അങ്ങ് ഞങ്ങൾക്ക് സഹായം എത്തിച്ചു തരാത്തത് എന്ന് സ്വഹാബിമാരിൽപ്പെട്ട ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ച സമയത്ത്, നിങ്ങൾ എന്താണ് ധൃതി കാണിക്കുന്നത്? തീർച്ചയായും നമുക്ക് വലിയ ഒരു ഫത്ഹ് വിജയം വരാനുണ്ട്. സൻആയിൽ നിന്ന് ഹളറമൗത്തിലേക്ക് അല്ലാഹുവിനെയല്ലാതെ പേടിച്ചുകൊണ്ട് മറ്റൊരാളെയും പേടിക്കാതെ വളരെ സുരക്ഷിതരായി യാത്ര ചെയ്യാവുന്ന ഒരു സാഹചര്യം നമുക്ക് വരാനുണ്ടെന്ന് നിങ്ങളെ ഞാൻ സന്തോഷം അറിയിക്കുന്നെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. وهنا يكمن مكمن البشرة الثانية، فاستجمعوا قلوبكم وعقولكم معي فيها فيما سأرويه لكم من حديث النبي المصطفى صلى الله عليه وعلى آله وصحبه وسلم. രണ്ടാമത് പറഞ്ഞ സന്തോഷം, ഈ സദസ്സിന്റെ ബുശ്റ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ സന്തോഷം ഈ സദസ്സിൽ പ്രകടമാകുന്നു. തീർച്ചയായും നാം അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. قال النبي المصطفى صلى الله عليه وعلى آله وصحبه وسلم: وإذا ذكر حبيبكم المصطفى صلوا عليه صلى الله عليه وسلم. قال: زويت لي الأرض مشارقها ومغاربها، أي استجمعت لي الأرض فنظر إليها رسول الله صلى الله عليه وعلى آله وصحبه وسلم: زويت لي الأرض مشارقها ومغاربها والذي نفس محمد بيده ليبلغن ديني هذا ما زوي لي بعز عزيز أو بذل ذليل، أي أن هذا الدين وهذا النور سوف ينتشر ويصل إلى كل بيت من البيوت شاء من شاء وأبى من أبى. إن اجتمعت الأعداء على أن توقف هذا النور لن تستطيع، لأنه نور الله الذي سوف ينتشر في كل مكان. കിഴക്കും പടിഞ്ഞാറുമൊക്കെയുള്ള ഈ മഹാപ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളൊക്കെ
എനിക്ക് കാണിക്കപ്പെടുകയുണ്ടായി. ആ രഹസ്യങ്ങളിലേക്കൊക്കെ ഞാൻ നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ നൂറാകുന്ന ഈ ദീൻ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ദിക്കുകളിലേക്കും എത്തും, എല്ലാ വീടുകളിലേക്കും എത്തും. ആ വിശ്വപ്രഭ അത് കടന്നു വരാത്ത ഒരു പ്രദേശവും ഒരു വീടും ഉണ്ടാകില്ല. അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്കൊക്കെ ആ മഹാപ്രഭയെ സ്വീകരിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. അല്ലാഹു നിശ്ചയിക്കാത്ത ആളുകൾക്ക് ഒരിക്കലും ആ മഹാഭാഗ്യം ലഭിക്കുകയുമില്ല. فإذا علمنا ذلك ورأينا ما رأينا مما نشاهده من صور من يدعون الانتساب إلى الإسلام، وقد فضحهم رسول الله أشد الفضيحة عندما أخبر عن أناس وقال فيهم يخرج من ضئضئ هذا قوم حدثاء الأسنان سفهاء الأحلام يقرؤون القرآن كما أنزل يقولون بقول خير البرية، لكن هذا كله لا يجاوز تراقيهم يمرقون من الدين كما يمرق السهم من الرمية. ما علامتهم؟ وصفهم النبي المصطفى فقال يقتلون أهل الإسلام، هم يدعون الإسلام فيقتلون أهل الإسلام ويدعون أهل الأوثان. النبي المصطفى صلى الله عليه وسلم جلاهم وفضحهم لنا وأخبرنا أنهم يمرقون كما يمرق السهم من الرمية. പരിശുദ്ധ ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ലോകത്ത് വരാൻ പോകുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചും അവരുടെ ആശയപരമായ പാപ്പരത്വത്തെക്കുറിച്ചും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവരുടെ അടയാളങ്ങൾ പറഞ്ഞു. അവർ ഖുർആൻ ഓതുന്നു, പക്ഷേ അവരുടെ ഹൽക്കിന് താഴേക്ക് അവരോതുന്ന ഖുർആനോ അതിന്റെ ആശയങ്ങളോ ഒരിക്കലും പോകുന്നില്ല. അവർ ഇസ്ലാമിന്റെ പേരിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവരിൽ ഇസ്ലാമിന്റെയോ ഈമാനിന്റെയോ ഒരു ചെറിയ അംശം പോലുമില്ല. വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നവരാണ്. ഇത്തരം ഒരു വിഭാഗത്തെ മുന്നറിയിപ്പ് നൽകിയപ്പോൾ അവരുടെ അടയാളം എന്താണെന്ന് ചോദിച്ച സമയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുസ്ലിങ്ങളായ ആളുകളെ തന്നെ യാതൊരു കാരണവുമില്ലാതെ അകാരണമായി കൂട്ടക്കൊല നടത്തുന്നവരാണവർ, മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുന്നവരാണവർ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. فهذا صنف باسم الإسلام يحارب الإسلام، وهناك أعداء من قوى لا تريد لهذا الإسلام الوجود فتحاربه بكل ما أوتيت من قوة، ولكن المعول عندنا على قول الله سبحانه وتعالى ويمكرون ويمكر الله والله خير الماكرين. ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ആളുകൾ, ആ ആളുകൾ ഒരിക്കലും പ്രതിനിധീകരിക്കുന്നത് ഇസ്ലാമിനെയല്ല. നേരെ മറിച്ച് ഇസ്ലാമിക സമൂഹത്തിന് ദുഷ്പേരുണ്ടാക്കുന്ന രീതിയിൽ, ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിൽ അവരുടെ സമ്പാദ്യവും അവരുടെ സംഘടനാ സംവിധാനങ്ങളുമൊക്കെ അവർ മുസ്ലിങ്ങളെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് അള്ളാഹുവിന് ഒരിക്കലും അനുവദിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയാണ്. അവർ മക്ർ ചെയ്യുകയാണ്. അവർ ചെയ്യുന്ന ആ മക്റിന്, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ധിക്കരിക്കുന്നതിന് തീർച്ചയായും അർഹമായ പ്രതിഫലം അള്ളാഹു അവർക്ക്, അതിന് അർഹമായ ശിക്ഷ അള്ളാഹു അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. فإذا علمنا ذلك بدأ السؤال لنا ما المطلوب منا؟ ما هو المطلوب منا؟ ഈ സാഹചര്യത്തിൽ ഇത്തരം ഒരു സംഗമത്തിൽ തടിച്ചുകൂടിയ നമ്മുടെ ലക്ഷ്യം എന്താണ്? നാം എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം സാഹചര്യത്തിൽ
المطلوب منا أحبتي لا أن ننشغل بهذا ولا بذاك، ولكن أن نهتم ببناء أنفسنا. وإن أعظم ما يفرح رب العالمين ويدخل السرور على قلب النبي المصطفى الأمين ويرجم إبليس اللعين اجتماع القلوب كمثل هذا المجمع. നാം ഓരോരുത്തരും വ്യക്തിപരമായി ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളെ, അള്ളാഹുവിന്റെ നിയമങ്ങളെ നാം പാലിക്കുകയും നമ്മുടെ ഇത്തരം സംഗമങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും മനുഷ്യ സമൂഹത്തിന്റെ ആജന്മ ശത്രുവായ ഇബ്ലീസുൽ ലഈനിന്റെ നിലപാടുകളെയും ഇബ്ലീസുൽ ലഈനിന്റെ സ്വഭാവങ്ങളെയും നാം ഒഴിവാക്കി വെക്കേണ്ടതുമാണ്. وباجتماع هذه القلوب يحسن الإنصات إلى كل ما سمعناه من مشايخنا وعلمائنا بما ينعكس علينا وعلى أهلنا وعلى بيوتنا بما يفرح نبينا ويقربنا من ربنا. ഇത്തരം സദസ്സുകളിൽ നിന്ന്, സമ്മേളനങ്ങളിൽ നിന്ന്, ആദരണീയരായ പണ്ഡിതന്മാരിൽ നിന്ന് കേൾക്കുന്ന തത്വോപദേശങ്ങളും സാരോപദേശങ്ങളും അത് നമ്മുടെ വ്യക്തികളെ ബാധിക്കുന്നത്, നമ്മുടെ കുടുംബങ്ങളെ ബാധിക്കുന്നത്, സമൂഹത്തെ ബാധിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെയും നാം പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും നമ്മളെ അടുപ്പിക്കുകയും അവരുടെ പൊരുത്തം നമുക്ക് നൽകുന്നതുമായ രീതിയിൽ ഈ മഹാന്മാരായ പണ്ഡിതരുടെ ഉപദേശം നാം ചെവിക്കൊള്ളണം, സസൂക്ഷ്മം ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. وهذا مما يجعل في واجبنا أن نكثر من الدعاء للشيخ أبو بكر أحمد وبقية العلماء الذين جعلهم الله سببا في الجمعية عليه سبحانه وتعالى. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂബക്കർ അഹ്മദ്, അതേപോലെ ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന മറ്റു മഹാപണ്ഡിതന്മാർ, അവരുടെ ഉപദേശങ്ങൾ നാം ചെവിക്കൊണ്ടേ പറ്റൂ. തീർച്ചയായും അവരുടെ ഉപദേശങ്ങൾ നമ്മെ എത്തിക്കുന്നത് വിജയത്തിലേക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്കും മാത്രമായിരിക്കും എന്നും ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. إنما يحصل في العالم شرقا وغربا وحتى عند المسلمين من وهن وضعف أخبر عنه النبي المصطفى السبب الرئيسي فيه هو ضعف صلتهم بالنبي محمد صلى الله عليه وسلم. ലോകത്ത് മൊത്തം ഇന്ന് കാണുന്ന മുസ്ലിം സമൂഹത്തിലുള്ള ദൗർബല്യങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളുമൊക്കെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീണു, അതിൽ കുറവുകൾ സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. هو الذي قال يقذف في قلوبكم الوهن قالوا يا رسول الله وما الوهن قال حب الدنيا وكراهية الموت. നിങ്ങളുടെയൊക്കെ മനസ്സിൽ നിങ്ങൾക്ക് വഹൻ ഉണ്ടാകും. സഹാബത്ത് ചോദിച്ചു, എന്താണ് വഹൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഭൗതികതയോടുള്ള താല്പര്യങ്ങൾ വർദ്ധിച്ചു വരികയും അതോടൊപ്പം ഈ ലോകത്ത് നിന്ന് യാത്ര പോകണമെന്ന, മരണമെന്ന മഹാസത്യത്തെ നിങ്ങൾ വെറുക്കുകയും ചെയ്യുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ടാകും. والأمر الثاني الذي هو في غاية الأهمية الذي أضعف هذه الأمة ضياع معاني التزكية والتربية والأخلاق المحمدية باسم أناس يدعون الإسلام حاربوا مناهج التزكية حتى ضعفت الأمة في عزتها وفي صلتها وفي قوتها. മുസ്ലിം സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ദൗർബല്യത്തിന്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ അവർ മുസ്ലിം സമുദായത്തെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വിവിധങ്ങളായ ഭാഗങ്ങളാക്കി തിരിക്കുകയും മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ കുഴപ്പങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തത് ആണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണമായി നിങ്ങളെ അറിയിക്കുന്നത്. إذا عرفنا ذلك أدركنا أن الأمة بكلها حتى ترجع إلى عزتها تحتاج إلى ما تتربون عليه في جمعيتكم هذه وفي معاهدكم هذه من قوة صلة برسول الله وإعادة لمنظومة الأخلاق والتربية والتزكية التي يحتاجها كل المجتمع. ഈ പ്രതിസന്ധികളിൽ നിന്ന് പരിഹാരം ലഭിക്കണമെങ്കിൽ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള നമ്മുടെ ബന്ധം നാം അതിശക്തമാക്കുകയും ഇത്തരം സംഘടനകളിലും ജംഇയ്യത്തുകളിലുമൊക്കെ നാം സജീവമായി ഇടപെടുകയും ഈ സംഘങ്ങളിലൂടെയൊക്കെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആത്മബന്ധം ഊർജിതപ്പെടുത്താൻ സാധിക്കുമെന്നും നിങ്ങളെ ഞാൻ അറിയിക്കും. فالصلة بالنبي المصطفى قائمة على التمعن بسيرة النبي المصطفى وكثرة الصلاة على النبي المصطفى وتعلق القلب بالنبي المصطفى. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നമ്മുടെ ബന്ധം ഊർജ്ജസ്വലമാകാൻ അവിടുത്തെ വിശുദ്ധമായ ജീവിത ചരിത്രം നമ്മൾ പഠിക്കണം. അതേപോലെ അവിടുത്തെ പേരിൽ സ്വലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. അവിടുന്ന് പഠിപ്പിച്ച വിശുദ്ധമായ മതത്തിന്റെ വഴികളെ ഉപദേശങ്ങളെ നമ്മൾ സ്വീകരിക്കണം. والأمر الثاني التزكية قائم على أخلاق النبي المصطفى وشمائل النبي المصطفى الخلقية والخلقية. متى ما تحققنا بمعاني التزكية. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൃഷ്ടിപരമായും സ്വഭാവപരമായുമുള്ള മഹത്വങ്ങളും പ്രത്യേകതകളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അത് പൂർണ്ണമായി നമ്മൾ മനസ്സിൽ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ തസ്കിയത്ത്, നമ്മുടെ മനസ്സിൽ ശുദ്ധീകരണം ഉണ്ടാകുന്നത്. سوف أعطي لكم قصة أختم بها كلمتي، لكن أريد أن أبين للأذهان عظم الاهتمام بسنن النبي المصطفى وخطورة الإهمال لسنن النبي المصطفى. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയെ പൂർണ്ണമായി പിൻപറ്റുന്നതിന്റെ പ്രാധാന്യവും ആ ചര്യയിൽ നിന്ന് നാം അകന്നു പോകുന്നതിന്റെ അപകടാവസ്ഥയും നമുക്ക് മനസ്സിലാകുന്ന ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. قوم ممن غزوا في عهد سيدنا عمر بن الخطاب تأخر النصر، تأخر عليهم حتى أتعبهم العدو، فاستعجب سيدنا عمر وقال لا يتأخر نصر إلا بسبب، فأرجع إليهم الرسول وقال فتشوا في أنفسكم، فوجدوا أنهم مع المعركة ومع الحرب نسوا سنة السواك، فأتوا وأقبلوا على الأشجار يستاكوا، فنظر الأعداء من الأبراج فقالوا إنهم يحدون أسنانهم حتى يأكلوننا، فدب الرعب في قلوبهم، فتبدلت أنحاء المعركة، فتحقق النصر بسبب إحياء لسنة النبي المصطفى صلى الله عليه وسلم. മഹാനായ സയ്യിദ്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു യുദ്ധത്തിൽ മുസ്ലിം സൈന്യം പരാജയത്തിനോടടുത്ത സമയത്ത് ആ വിഷയത്തിന്റെ പരാതി ബോധ്യപ്പെടുത്തിയപ്പോൾ സൈന്യത്തിലുള്ള നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിലേക്ക് നോക്കുകയും നിങ്ങളിൽ വരുത്തിയ വീഴ്ചകളെ കണ്ടെത്തുകയും ആ വീഴ്ചകൾ പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും വേണമെന്ന് പറഞ്ഞു. നിങ്ങൾ കയ്യിൽ വച്ചിരിക്കുന്ന മിസ്വാക്ക് കൊണ്ട് നിങ്ങൾ പല്ല് തേക്കുക എന്ന ഒരു ചര്യ, ആ ചര്യ നിങ്ങൾ ഉപേക്ഷിച്ചു, അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യണം എന്ന് നിർദ്ദേശിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ആ ഒരു സുന്നത്ത് ജീവിപ്പിക്കാൻ ജീവിപ്പിച്ചു. അത് കാരണം അവർക്ക് സഹായത്തിന്റെയും നസറിന്റെയും വഴികൾ തുറക്കുകയുണ്ടായി. فهل ممكن اليوم أن يتخذ كل واحد منا قرار أن يفتش في نفسه هل نسينا سنة فيعيدها فأبشر بنصر قادم لأمة النبي المصطفى؟ നാം ഓരോരുത്തരും നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. നാം ഒഴിവാക്കുന്ന ഏതെങ്കിലും സുന്നത്തുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ആ ഒഴിവാക്കുന്ന, നാം വിസ്മരിച്ചു കളയുന്ന സുന്നത്തുകളെ നമ്മുടെ ജീവിതത്തിൽ പുനർജീവിപ്പിച്ചുകൊണ്ട് നാം ഉൾപ്പെടുന്ന ഈ സമൂഹത്തിന്റെ വലിയ ഒരു വിജയത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ശ്രമിക്കാവുന്നതാണ്. يا رب يا رب يا رب نرفع أيدينا بعجزنا وضعفنا ونقصنا وقلة حيلتنا. أخبرنا النبي المصطفى وقال إن الله حي كريم يستحي إذا رفع العبد يديه أن يردهما صفرا خائبتين. നാം അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി കൈകൾ ഉയർത്തുക. പ്രതീക്ഷയോടെ അല്ലാഹുവിലേക്ക് ഉയർത്തുന്ന കൈകളെ തട്ടിക്കളയുന്നവരല്ല അല്ലാഹു. അല്ലാഹുവിന്റെ കറമിന്റെ ഭാഗമായി നാം ഉയർത്തുന്ന കൈകളെ അവൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. നമുക്ക് പ്രതീക്ഷയോടെ
അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്താം. اللهم إنا نسألك بجمعنا هذا. آمين. اللهم إنا نسألك بهذا الجمع المبارك. آمين. اللهم إنا نسألك بهذا الجمع المبارك. آمين. إلا ما غفرت لنا. آمين. إلا ما رحمتنا. آمين. إلا ما نظرت إلينا. آمين. اللهم يا واحد يا أحد يا آمين. فرد يا صمد يا حي يا قيوم آمين. يا رحمن يا رحيم. آمين. أنت الناظر إلينا في هذه الساعة. آمين. فبأي عين تنظر لنا؟ انظر لنا بعين الرحمة، انظر لنا بعين الفضل، انظر لنا بعين الجود. اللهم لا تخرجنا من هذا المكان إلا بذنب مغفور وسعي مشكور وتجارة لن تبور، واربطنا بالربط الكامل ببدر البدور. اللهم أعد بركات هذا المجلس على أزواجنا في بيوتهم، وعلى بناتنا وعلى أولادنا وعلى آبائنا وأمهاتنا الأحياء منهم والميتين، وارحمنا وارحمهم برحمتك الواسعة يا أرحم الراحمين. يا الله يا الله يا الله يا الله يا الله يا الله، ليس لنا رب سواك فندعوه ولا مولا غيرك فنرجوه. إن لم تقبل دعاءنا فمن ذا الذي يقبل؟ إن لم تقبل رجاؤنا فمن ذا الذي يقبل؟ إلى أي باب نتوجه؟ ليس لنا سواك يا رب، فاقبلنا على ما فينا. اجعلها ساعة عطاء، اجعلها ساعة فضل، اجعلها ساعة من، اجعلها ساعة كرم. أكرمنا بما أكرمت به خاصة محبوبيك. اللهم اجعلنا من أوليائك وأصفيائك وأتقيائك وأنقيائك، وارحمنا برحمتك الواسعة يا أرحم الراحمين. آمين. اللهم اجعلنا ممن تبيض وجوههم يوم تبيض وجوه وتسود وجوه. آمين. اللهم اجعلنا ممن يؤتون كتبهم بأيمانهم. آمين. اللهم اجعلنا ممن يحاسب حسابا يسيرا آمين. وينقلب إلى أهله مسرورا. آمين. اللهم اجعل هذه الوجوه وجوه مسفرة ضاحكة مستبشرة. آمين يا رب اجعلنا من العالمين. الوجوه الناظرة يا رب. آمين. اللهم إن القلوب تشتاق إلى أن تنظر إلى وجهك